എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ +1 സയൻസ് കുട്ടികളുടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എക്സാമുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ബയോളജി എക്സാം ആണ് സബ്ജക്റ്റുകളിലുള്ളത്. അപ്പൊ നമുക്ക് 3 ദിവസമുണ്ട് ബയോളജി പഠിക്കാൻ. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ബോട്ടണി സുവോളജിയും നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പൊ സുവോളജി ക്ലാസിന്റെ കാര്യമാണ് ടീച്ചർ പറയുന്നത്. സുവോളജിയുടെ ഫോക്കസ് ഏരിയ ബേസ് ഉള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസ് നമുക്ക് ടീച്ചർ ചാനലില് പ്ലേലിസ്റ്റിൽ ഉണ്ട്. പ്ലേലിസ്റ്റ് ഉണ്ട് +1 സുവോളജി ഫോക്കസ് ഏരിയ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നമ്മുടെ മോഡൽ എക്സാമിന് മുൻപായിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വിക്ടേഴ്സ് ക്ലാസ്സിലെ റിവിഷനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് കാണാതെ നിങ്ങൾ എക്സാമിന് പോവരുത്. അപ്പൊ അതിന്റെ പ്ലേലിസ്റ്റ് നമുക്ക് ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ കാണാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും ആ 2 എണ്ണം കാണുക. അതിന്റെ നോട്ട്സ് അടക്കമാണ് നിങ്ങൾക്ക് അവിടെ വീഡിയോയിൽ കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ആ 2 കാര്യങ്ങളുമുണ്ട്. ഇത് കൂടാതെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് അത് 2 വീഡിയോസ് ആക്കി ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കാരണം ഡയഗ്രാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയഗ്രാംസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? അപ്പോ ഇന്ന് ടീച്ചർ പറയാൻ പോകുന്ന കാര്യം, ഇത് നമുക്ക് 3 ദിവസത്തേക്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ദെൻ അതിലെ ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ടീച്ചർ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു 30 ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, വിക്ടേഴ്സിന്റെ ബയോളജി റിവിഷൻ ക്ലാസ്സിൽ അവിടെ ഡിസ്കസ് ചെയ്ത 30 ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്ത 30 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. അത് നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, നിങ്ങൾക്ക് ബോറടിക്കും, കാണില്ല അല്ലെ? ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്തായാലും കണ്ട് പഠിച്ചിട്ട് എക്സാമിന് പോവാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ മറ്റൊന്നുള്ളത്, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചതൊന്നും മറന്നിട്ടില്ല, മറന്നു പോവുകയില്ല. അത് നമ്മുടെ ആങ്ഷൈറ്റി കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. കിട്ടുന്ന മാക്സിമം സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ എക്സാമിന് തയ്യാറാവുക. വേറെ യാതൊരു കാര്യങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ പോവരുത്. അപ്പൊ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. പറയുന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫുൾ സ്കോർ വാങ്ങാൻ പറ്റും. ഇനി ഇതിന് ശേഷം ടീച്ചർ ചെയ്യാൻ പോകുന്നത്, എല്ലാ ചാപ്റ്ററുകളിലൂടെയും നമുക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാം. അപ്പൊ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, so first question is, the scientific name of housefly and man are given below. Correct them. അപ്പൊ നമ്മൾ ഇത് മുൻപ് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗസ് ഫ്ലൈയുടെയും അതുപോലെ മനുഷ്യന്റെയും സയന്റിഫിക് നെയിമുകൾ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. സയന്റിഫിക് നെയിമുകളെ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് മസ്ക ഡൊമസ്റ്റിക്കയും അതുപോലെ സാപ്പിയൻസ് ഹോമോ എന്നാണ് അല്ലെ? അപ്പൊ മസ്ക ഡൊമസ്റ്റിക്ക അത് ഓർഡർ കറക്റ്റ് ആണ്. പക്ഷെ എന്താണ്, ഡി എന്നുള്ളത് സ്പീഷീസ് നെയിം ആണ്. അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യണം, സ്മോൾ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ദെൻ സാപ്പിയൻസ് ഹോമോ ആണോ? അല്ല, ഹോമോ സാപ്പിയൻസ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, ഹോമോ ആദ്യം വേണം, സാപ്പിയൻസ് രണ്ടാമത് വേണം. അപ്പൊ വേറൊരു മാറ്റം കൂടി വേണമല്ലോ, ഹോമോയുടെ H ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. അതുപോലെ സാപ്പിയൻസിന്റെ S സ്മോൾ ലെറ്ററിൽ കൊടുക്കണം. എന്നിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. സോ ഈ സയന്റിഫിക് നെയിമുകൾ നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടാക്സോണമിക് എയ്ഡ് ഫ്രം ദ ഗിവൺ സ്പെസിഫിക്കേഷൻ. ഒന്നാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അപ്പൊ ഇതെന്താണ്, ഒരു ടാക്സോണമിക് എയ്ഡിന്റെ ക്യാരക്ടർ ആണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അതിന് ക്ലൂ കൂടി അവർ തരുന്നുണ്ട്, ഹിന്റ് തരുന്നുണ്ട്. കപ്ലെറ്റ്സ് ആൻഡ് ലെറ്റ്സ് ആർ യൂസ്ഡ്. അപ്പൊ കപ്ലെറ്റ്സ് വരുന്ന ഏത് ടാക്സോണമിക് എയ്ഡ് ആണ് നമ്മൾ പഠിച്ചത്? യെസ്, ടാക്സോണമിക് കീ ആണത് അല്ലെ? ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ, ഇറ്റ് പ്രൊവൈഡ്സ് ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. ആ ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ഒരു ഗിവൺ ഏരിയയിലെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഡീറ്റെയിൽസ് തരുന്നത്. എന്താണ്? ഫ്ലോറ അല്ലെ? ഫ്ലോറയാണ് അതിൽ തരാം. Then third question,
ഒബ്സർവ് ദി ഫസ്റ്റ് പെയർ ഓഫ് ബേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ് പെയർ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കാണുന്നത് എന്താണ്? ലിവിംഗ് പ്ലാന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ലിവിംഗ് ആനിമൽസ് എവിടെ കാണുന്നു? ദാറ്റ് ഈസ് സുവോളജിക്കൽ പാർക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഡയഗ്രാം. ഇത് നമ്മുടെ ടീച്ചർ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. സിമെട്രി തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ 3 സിമെട്രി ഇവിടെ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സിമെട്രി ഓഫ് എ, ബി ആൻഡ് സി. എ സ്പോഞ്ചസ് ആണ്, അപ്പൊ അത് എന്താണ്? അസിമെട്രി ആണ്. ബി എന്നുള്ളത് റേഡിയൽ സിമെട്രി ആണ്. ആൻഡ് സി എന്നുള്ളത് ബൈലാറ്ററൽ സിമെട്രി ആണ്. അതേക്കുറിച്ച് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ മുൻപത്തെ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Then give an account of types of symmetry in A, B and C. അത് തന്നെയാണ് ഐഡന്റിഫൈ സിമെട്രി. എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്? എ എന്ന് പറഞ്ഞാൽ എന്താ? അസിമെട്രി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ബി എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ആണ്. സോ നമുക്ക് എങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടും? ബൈ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദി സെന്റർ. ഏത് രീതിയിലും നമുക്ക് കട്ട് ചെയ്യാം. എന്ത് മാത്രമേ ഉള്ളൂ? അത് സെന്ററിലൂടെ പാസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ സി എങ്ങനെയാണ്? നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുക നമ്മൾ എങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ? യെസ്, ത്രൂ മീഡിയൻ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്. എന്നാൽ നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ സുഖമായിട്ട് ഇത് സ്കോർ ചെയ്യാൻ പറ്റും. സോ ആ സിമെട്രികൾ പഠിക്കുക, ഈ ഡയഗ്രാംസും ശ്രദ്ധിക്കുക. എക്സാമ്പിളും ചോദിക്കാം കേട്ടോ. നമ്മുടെ ഫൈലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള എക്സാമ്പിൾ ആയിട്ടും സിമെട്രിയുടെ ക്വസ്റ്റ്യൻ വരാം. ആൻഡ് ദെൻ ഐഡന്റിഫൈ ദ സെൽ ഗിവൺ ഇൻ ദ ഡയഗ്രാം. മെൻഷൻ ദി നെയിം ഓഫ് ആനിമൽ ഫൈലം. ഏത് ഫൈലത്തിലാണ് ഇത് കാണുന്നത്? 2 ഫങ്ഷൻസ്, 2 ഫങ്ഷൻസ്. ഇതും നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡയഗ്രാംസിന്റെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഈ സ്ട്രക്ചർ? നിഡോബ്ലാസ്റ്റ് ആണ് ഇത് അല്ലെ. നിഡോബ്ലാസ്റ്റ് കാണുന്ന ഫൈലം ഏതാണ്? നിഡേറിയ അല്ലെങ്കിൽ സീരിൻഡ്രേറ്റ. ഇതിന്റെ 2 ഫംഗ്ഷൻ എന്താണ്? ഇത് നമുക്ക് ഡിഫൻസിനെ സഹായിക്കുന്നുണ്ട്, ഫുഡ് ക്യാപ്ചറിങ്ങിനെ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു ഇതിന്റെ അകത്ത് പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾ ഉണ്ട്. ആ പോയിസൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിഫൻസ്, അതായത് എനിമീസിൽ നിന്നും രക്ഷപ്പെടാനും അതേപോലെ ഇത് എര പിടിക്കാൻ അല്ലെ, ഫുഡ് ക്യാപ്ചറിങ്ങിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. സോ 2 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഫുഡ് ക്യാപ്ചറിങ്ങും ഡിഫൻസും നിങ്ങൾക്ക് എഴുതാം. And then the next question is, figure shows the arrangement of germ layers. Embryos germ layers ന്റെ arrangement ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഡയഗ്രാം ആണ്. ആ ഇമ്പോർട്ടന്റ് ഡയഗ്രാംസിന്റെ വീഡിയോസ് കാണാത്തവർ നിർബന്ധമായിട്ടും കാണണേ. ഐഡന്റിഫൈ ദ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ഏതാണ് ഇതിൽ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നുള്ളതും അത് ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ നിന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഏതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്? എ ആണ് ഡിപ്ലോബ്ലാസ്റ്റിക് അല്ലെ. കാരണം എന്താണ്? എയിൽ നമ്മൾ നോക്കാം, ഒരു ലെയർ എക്ടോഡേം കണ്ടു, അതിന്റെ അകത്തുള്ള ലെയർ എൻഡോഡേമും കണ്ടു. പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ് മീസോഗ്ലിയ. അപ്പോ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ജേം ലേയേഴ്സ്, ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും. അവിടെ മീസോഡേം എന്ന് പറയുന്ന മിഡിൽ ലെയർ കാണുന്നില്ല, പകരം അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മീസോഗ്ലിയ ആണ് കാണുന്നത്. ആൻഡ് ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് 3 കൃത്യമായ ലെയേഴ്സ് കാണാം. ഔട്ടർ എക്ടോഡ്, മിഡിൽ മീസോഡ് ആൻഡ് ഇന്നർ എൻഡോഡ്. ക്ലിയർ ആണല്ലോ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. And then the next question, write the parasitic adaptations of phylum Platyhelminthes. പ്ലാറ്റിഹെൽമിന്തസും അഷൽമിന്തസും ഒക്കെ നിങ്ങൾക്ക് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസിന്റെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കുക. ഹൂക്സ് ആൻഡ് സക്കേഴ്സ്, പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ്. അറ്റാച്ച്മെന്റ് ഹോസ്റ്റ് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇവർക്ക് ഹോസ്റ്റ് ബോഡിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസ് ബോഡി സർഫസ് വഴി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ എനേറോബിക് റെസ്പിറേഷൻ, ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാനുള്ള കഴിവ്. ഇതൊക്കെ എന്താണ്? ഇതിന്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. They can absorb nutrients directly from the host body through body surface. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പാരിസൺ ചോദിക്കാം, അതല്ലെങ്കിൽ പറയാം എങ്ങനെയാണ് 3ാമത്തെ ടൈപ്പ് എന്ന്. ദ ഡയഗ്രാം ബിലോ ഷോസ് ദ ഔട്ട്ലൈൻ ഓഫ് 2 ബേസിക് ബോഡി ഫോംസ്, എയും ബിയും. അപ്പൊ ഇതെന്താണ്? എ എന്ന് പറയുന്നത് മെഡുസ എന്ന് പറയുന്ന ഫോമാണ്, ആൻഡ് ബി എന്ന് പറയുന്നത് പോളിപ്പാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്.
അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെഡുസ എന്നുള്ള ഫോം എന്താണ്, അംബ്രല്ല ഷേപ്പ് ആണ്. പോളിപ്പ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. മെഡുസ മൗത്ത് ആൻഡ് ടെന്റക്കിൾസ് ഡൗൺവേർഡ് ആണ്, പോളിപ്പ് അപ്വാർഡ് ആയിരിക്കും. ദെൻ മെഡുസ ഫ്രീ സ്വിമ്മിംഗ് ആണ്, പോളിപ്പ് അറ്റാച്ച്ഡ് ആണ്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ആ ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ മറ്റൊന്നുള്ളത്, ഏത് ഫൈലത്തിലാണ് ഈ 2 ബോഡി ഫോംസ് കാണുന്നത്? ഏതിലാ? സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ ടീനോഫോറ, ടീനോഫോറ അല്ലെ നിഡേറിയ. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എന്താണ് മെറ്റാജെനിസിസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഈ ഒരു 2 ജനറേഷൻസ് ഓൾട്ടർനേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാജെനിസിസ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ക്യാരക്ടേഴ്സ് ഓഫ് എ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ് ആണ്, സ്പൈനി സ്കിൻഡ് ബോഡി ആണ്. ദെൻ പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. അപ്പൊ സ്പൈനി സ്കിൻഡ് എന്ന് കണ്ട പിന്നെ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ആരാണത്? എക്കൈനോ ഡെർമേറ്റ. എക്കൈനോ മീൻസ് സ്പൈൻ ആണ്, ഡെർമിസ് മീൻസ് സ്കിൻ ആണ്. സോ സ്പൈനി സ്കിൻഡ് എക്കൈനോ ഡെർമേറ്റ. അപ്പൊ അതാണ് ഫൈലത്തിന്റെ പേര് നമുക്ക് കിട്ടി. ഇനി വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം അതിനെ ഫുഡ് കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, അതുപോലെ ലോക്കോമോഷന്, ദെൻ റെസ്പിറേഷന്, അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും 2 ഫങ്ഷൻസ് നിങ്ങൾക്ക് എഴുതാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 2 ഫിഷസിന്, ഇതും ടീച്ചർ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മിക്കവാറും എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2 ഫിഷസിനെ തന്നിട്ടുണ്ട്, അതിന്റെ എയും ബിയും ആണ്. അതിന്റെ ക്ലാസുകൾ എഴുതാനും അതിനെ കമ്പയർ ചെയ്യാനുമാണ്. അപ്പൊ ഒന്നാമത്തെ ഫിഷ് കോൺട്രിക്റ്റിസ് ആണ്, ദാറ്റ് ഈസ് കാർട്ടിലേജിനസ് ഫിഷ് എന്ന് പറയും. രണ്ടാമത്തെ ഫിഷ് എന്തായിരുന്നു? ബോണി ഫിഷ് അല്ലെങ്കിൽ ഓസ്റ്റിക്റ്റിസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി അതിനെ ഒന്ന് കമ്പയർ ചെയ്തോളൂ. കോൺട്രിക്റ്റിസിന്റെ ക്യാരക്ടർ എന്താ? കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ. ഓസ്റ്റിക്റ്റിസ് ആണെങ്കിലോ ബോണി എൻഡോസ്കെൽട്ടൺ. ദെൻ കാർട്ടിലേജിനസ് ഫിഷസില് അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് എയർ ബ്ലാഡർ ഇല്ല. സോ അപ്പൊ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ഇൻ ഓർഡർ ടു അവോയ്ഡ് സിങ്കിങ്. അതാണ് എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്. ബോണി ഫിഷിന് എയർ ബ്ലാഡർ ഉണ്ട്. ദെൻ ഓപ്പർക്കുലം കാർട്ടിലേജിന് ആബ്സെന്റ് ആണ്, ബോണിക്ക് പ്രസന്റ് ആണ്. ദെൻ കാർട്ടിലേജിനസ് മൗത്ത് വെൻട്രൽ ആണ്, മറ്റേത് ടെർമിനൽ ആണ്. കാർട്ടിലേജിനസ് പ്ലാക്കോയിഡ് സ്കെയിൽ ആണ്, മറ്റേത് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ടീച്ചർ ആനിമൽ കിങ്ഡത്തിന്റെ ഈ നോട്ട്സ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതിൽ എല്ലാ ഡയഗ്രാംസും കാണിക്കുന്നുണ്ട്. അതുപോലെ കമ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളെ കൃത്യമായി കമ്പയർ ചെയ്യുന്നുണ്ട്. ഡയഗ്രാംസ് കണ്ടോ? ഡയഗ്രാംസ് കാണിക്കുന്നുണ്ട്. പോളിപ്പിനെയും മെഡുസേനെയും കണ്ടോ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഈ രീതിയിൽ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒരു ടെൻഷനും കൂടാതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അതിനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ കോൺട്രിക്റ്റിസ് ഓസ്റ്റിക്റ്റിസ് എന്നുള്ള കാര്യം നോക്കൂ. ദാറ്റ് ഈസ് ടേബിൾ കോൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണം കോൺട്രിക്റ്റിസിനെയും ഓസ്റ്റിക്റ്റിസിനെയും കമ്പയർ ചെയ്യാന്ന്. കാരണം ഡയഗ്രാംസും അതെ, ഫിഷിന്റെ ഡയഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കാണാത്തവര് നിർബന്ധമായിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ദി ഫോളോവിംഗ് ആനിമൽ ഗ്രൂപ്പ്. അതായത് ഈ ഫൈലങ്ങൾക്ക് ഈ പേര് വരാനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. നിഡേറിയയ്ക്ക് പേര് വരാൻ കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിഡോബ്ലാസ്റ്റിന്റെ പ്രസൻസ് കൊണ്ടാണ് അല്ലെ. ആർത്രോപോഡ് എന്താണ്? ജോയിന്റഡ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ജോയിന്റഡ് ലെഗ്സ് അങ്ങനെയും പറയാം. പോറിഫറ എന്താണ്? പോർ ബിയറിംഗ്, ബോഡിയിൽ ഒരുപാട് പോർസ് ഉള്ളത് കൊണ്ടാണ് പോറിഫറ. കോഡേറ്റ് എന്താണ്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ഇതില് ഫ്ലാറ്റ് വേംസിന്റെ ബോഡി ക്യാവിറ്റീസ് നമുക്ക് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്ത് വന്നത്. നമുക്ക് ബോഡി ക്യാവിറ്റീസ് അറിയാം, സീലോമേറ്റ്സും സ്യൂഡോസീലോമേറ്റ്സും ആണ് അല്ലെ. അപ്പൊ അതിലെ പ്ലാറ്റിഹെൽമിന്തസ് വരെ ഉള്ളവരെല്ലാരും അസീലോമേറ്റ്സ് ആണെന്നും ആഷൽമിന്തസ് സ്യൂഡോസീലോമേറ്റ് ആണെന്നും ബാക്കി അങ്ങോട്ടുള്ളവരെല്ലാവരും സീലോമേറ്റ്സും ആണ്. അപ്പൊ നമ്മളോട് ചോദ്യം എന്താണ്? ഫ്ലാറ്റ് വേംസിന്റെ ബോഡി ക്യാവിറ്റി ഇത് ഏതാണ്? അപ്പൊ നമുക്ക് ഡയഗ്രാംസ് കൂടി കണ്ടാൽ തിരിച്ചറിയണം ഏതാണ് ഇതില് ഫ്ലാറ്റ് വേമിന്റെ ബോഡി ക്യാവിറ്റി എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഫ്ലാറ്റ് വേം അസീലോമേറ്റ് ആണെന്ന് പറഞ്ഞു. സോ സി ആണ് അസീലോമേറ്റിനെ കാണിക്കുന്നത്. ബി എന്നുള്ളത് സ്യൂഡോസീലോമേറ്റ് ആണ്, അതായത് മീസോഡം പാച്ചസ് ആയിട്ട് കാണുന്നു. എ എന്നുള്ളതാണ് ട്രൂസീലം. അപ്പൊ ജേം ലേയേഴ്സിന്റെ പേര് കൂടി നിങ്ങൾ അതിന്റെ കൂടെ പറയാം. ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈലത്തെ തിരിച്ചറിയാനാണ് ക്യാരക്ടർ തന്നിട്ട്. ഇതൊക്കെ ഇപ്പൊ വളരെ സിമ്പിൾ ആയി ഇതിങ്ങനെ ഫോക്കസ് ഏരിയയിൽ ഓരോ ഫൈലത്തിലെ കുറച്ച് ക്യാരക്ടർ ആക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. മോഡൽ എക്സാമിന് ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. കോംബപ്ലേസ് കാണുന്ന ഫൈലം ഏതാ? ടിനോഫോറ. റാഡുല കാണുന്ന ഫൈലം ഏതാ? മുളുസ്ക. മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണുന്ന ഫൈലം ഏതാണ്? ആർത്രോപോഡ. അതോടുകൂടിയപ്പോ അതിന്റെ ഫങ്ഷൻസ് കൂടി പഠിക്കുക. ഒന്ന് ലോക്കോമോഷൻ ആണ്, ഒന്ന് ഫുഡ് റാസ്പിംഗ് ഓർഗൻ ആണ്, മറ്റേത് എക്സ്ക്രീഷൻ ആണ്. ഓക്കെ. ആൻഡ് ദെൻ 15th ക്വസ്റ്റ്യൻ, ഇവിടെ കോഡേറ്റിന്റെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ്. അപ്പൊ അതിൽ തെറ്റായിട്ട് ലേബൽ ചെയ്തതിനെ ഒന്ന് കറക്റ്റ് ആക്കാനും ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുമായി നോൺ കോഡേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഇതില് നെർവ് കോഡും നോട്ടോ കോഡും കറക്റ്റ് ആണ്. തെറ്റായിട്ടുള്ളത് എന്താണ്? യെസ്, ഇതാണ് എന്ത്? ഗിൽ സ്ലിറ്റ്സ്. ഇതാണ് എന്ത്? പോസ്റ്റ് ഏനൽ ടെയിൽ. അപ്പൊ അതൊന്ന് നിങ്ങൾ ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോപ്പി ചെയ്ത ഡയഗ്രാം എന്നിട്ട് ഇതിനെ കറക്റ്റ് ആക്കാം. ഇനി ഈ ലേബൽഡ് പാർട്ടിനെ വെച്ചിട്ട് നോൺ കോഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഓക്കെ. അപ്പൊ നോട്ടോ കോഡ് പ്രസന്റ് ആണ് കോഡേഴ്സിൽ, നോൺ കോഡേഴ്സിൽ ആബ്സെന്റ് ആണ്. നെർവ് കോഡ് ഇവിടെ എങ്ങനെയാ കാണുക? ഡോർസൽ ഹോളോ ആയിട്ടുള്ള നെർവ് കോഡാണ് കാണുക. മറ്റേത് എന്തായിരിക്കും? വെൻട്രൽ ആൻഡ് സോളിഡ് ആയിട്ടുള്ള നെർവ് കോഡാണ് നോൺ കോഡേഴ്സിൽ കാണുക. പിന്നെ ഈ പോസ്റ്റ് ഏനൽ ടെയിലും ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സും എവിടെ കാണുന്നുണ്ട്? കോഡേഴ്സിൽ കാണുന്നുണ്ട്, നോൺ കോഡേഴ്സിൽ ഇല്ല. അപ്പൊ അത് നമ്മുടെ ബുക്കില് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഭാഗം കോഡേഴ്സിനെ നോൺ കോഡേഴ്സിനെ കമ്പയർ ചെയ്യുന്നത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത് കേട്ടോ. ദെൻ അപ്ലൈ സ്യൂട്ടബിൾ സയന്റിഫിക് ടേം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോവിങ്. വാട്ടർ ക്യാവിറ്റി ഫൗണ്ട് ഇൻ സ്പോഞ്ചസ്, അതിന് പറയുന്ന പേരെന്താ? സ്പോഞ്ചോസി. ആനിമൽസ് വിച്ച് ഗിവ് ബർത്ത് ടു യങ് വൺ, പ്രസവിക്കുന്ന ജീവികളെ പറയുന്ന പേരെന്താ? വിവിപാരസ്. മുട്ട ഇടുന്നതാണെങ്കിലോ ഒവിപാരസ്. അങ്ങനത്തെ ടേംസ് ശ്രദ്ധിക്കുക. ഹെർമാഫ്രോഡൈറ്റ്സ് പോലത്തെ ടേമുകളൊക്കെ ഇല്ലേ. ദെൻ ഒബ്സർവ് ദി ഫോളോവിങ് ഫിഗർ. ലേബൽ ദി പാർട്സ് എ ആൻഡ് ബി. ഇത് നമുക്കറിയാം കാർഡിയാക് മസിലിന്റെ ഡയഗ്രാം ആണ്. അതിൽ എ എന്നുള്ളത് ന്യൂക്ലിയസിനെയും ബി എന്നുള്ളത് ഇന്റർകലേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ സെൽ ജംഗ്ഷൻസിനെ കാണിക്കുന്നു. ദെൻ ഇതിന്റെ ബിയുടെ ഫംഗ്ഷൻ എന്താ? അത് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ അനുവദിക്കുന്ന ജംഗ്ഷൻസ് ആണ് ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർഡിയാക് നമുക്കറിയാം കാർഡിയാക് മസിൽസുകൾ എല്ലാം ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനുള്ള കമ്മ്യൂണിക്കേഷൻസ് അനുവദിക്കുന്ന ഭാഗമാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പെഷ്യൽ മോഡ് ഓഫ് വിഷൻ ഈസ് നോട്ടീസ്ഡ് ഇൻ കോക്രോച്ച്. റൈറ്റ് ദ സ്പെഷ്യാലിറ്റി ഓഫ് വിഷൻ ഇൻ കോക്രോച്ച്. കോക്രോച്ചിന്റെ വിഷൻ എന്താണ്? മൊസൈക് വിഷൻ ആണ്. അതിലുള്ള ഓർഗനും അതിന്റെ ബേസിക് യൂണിറ്റ്സിന്റെയും പേര് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. കോമ്പൗണ്ട് ഐ എന്നുള്ളതാണ് കോക്രോച്ചിലെ കണ്ണിനെ പറയുന്ന പേര്. അതിന്റെ പ്രത്യേകത അത് ഒരുപാട് ചെറിയ യൂണിറ്റുകൾ ചേർന്നിട്ട് ഉണ്ടായതാണ്. ആ ചെറിയ യൂണിറ്റുകളെ പറയുന്ന പേരാണ് ഒമാറ്റീഡിയ. മറന്നു പോകരുത്, ഒമാറ്റീഡിയ, കോമ്പൗണ്ട് ഐ ആൻഡ് മൊസൈക് വിഷൻ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നെയിം ഓഫ് 2 ആനിമൽ ടിഷ്യൂസ് ആർ ഗിവൺ. 2 ആനിമൽ ടിഷ്യൂസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാർഡിയാക് മസിൽ, മറ്റൊന്ന് ആഡിപ്പോസ് ടിഷ്യൂ. അതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ കാർഡിയാക് മസിലിന്റെ ക്യാരക്ടർ ഏതാണ്, ആഡിപ്പോസ് ടിഷ്യൂവിന്റെ ക്യാരക്ടർ ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ഈസ് സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. ഫാറ്റ് സ്റ്റോർ ചെയ്ത ടിഷ്യൂ ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂ. ദെൻ രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ളതല്ല എങ്കിലും കോൺട്രോസൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കാർട്ടിലേജ് സെൽ എന്നാണെങ്കിൽ ഉത്തരം വരിക. കാർട്ടിലേജ് ആണ് അവിടെ വരിക. ദെൻ തേർഡ് വൺ ആണ് നമുക്ക് വേണ്ടത്. ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണുന്നു. എവിടെയാണ്? കാർഡിയാക് മസില്. സോ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്നുള്ളതും ഫാറ്റ് സ്റ്റോറേജ് എന്നുള്ളതുമാണ് നമ്മുടെ ടിഷ്യൂസിന്റെ ഉത്തരങ്ങൾ. അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റും ഇന്റർകലേറ്റഡ് കാർഡിയാക് മസിലും. ദെൻ ഓഡ് വൺ കണ്ടുപിടിക്കാനാണ്. ഏരിയോള ടിഷ്യൂ, ബ്ലഡ്, ന്യൂറോൺ ആൻഡ് ടെൻഡൻ. ഇതിൽ ഗീവ് റീസണും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഏതാ ഓഡ് വൺ? യെസ്, ന്യൂറോൺ ആണ് ഓഡ് വൺ. കാരണം എന്താ? ബാക്കിയെല്ലാം കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ദെൻ ഹൈപ്പോഫാരിങ്സ്, മാൽപീജിയൻ ട്യൂബ്യൂൾ, മാക്സിലെ, ലാബ്രം. ഏതാ ഓഡ് വൺ? മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ്. കാരണം ബാക്കിയെല്ലാം കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ആണ്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. റീസണും കൂടി പഠിക്കണേ. Then prepare a flowchart showing the parts of alimentary canal of cockroach in sequential order. ഇത് ഹ്യൂമന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിക്കാം, അല്ലെങ്കിൽ കോക്രോച്ചിന്റെ ചോദിക്കാം. രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യാനും വരാം.
അപ്പൊ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ് അല്ലെ, ഗിസാർഡ്, ക്രോപ്പ്, ഹെപ്പാറ്റിക് സീക്കെ, മിഡ്ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഇലിയം, കോളൻ, റെക്ടം അല്ലെ, ആ ഒരു അതിനെ ഫ്ലോ ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കുക. എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതില് റോങ് ആയിട്ടുള്ള പെയർ ഏതാന്നുള്ളത്. അപ്പൊ ഇത് പറയുമ്പോ നമ്മുടെ പിന്നെ ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററില് പ്രോട്ടീൻസിന്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ടീച്ചറുടെ വീഡിയോ ഉണ്ടല്ലോ, ഡയഗ്രാംസ് ആൻഡ് ടേബിൾസ്, അതിൽ പ്രത്യേകം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിലേതാണ് തെറ്റായ പെയർ എന്നുള്ളത്. കൊളാജൻ ഇന്റർസെല്ലുലർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ശരിയാണ്. ഇൻസുലിൻ ഹോർമോൺ ആണെന്ന് നമുക്കറിയാം. ട്രിപ്സിൻ എൻസൈം ആണെന്ന് പറയാം. സോ റോങ്ലി മാച്ച്ഡ് പെയർ ഏതാണ്? ആന്റിബോഡി സെൻസറി റിസപ്ഷൻ അല്ല, മറിച്ച് എന്താണ്? ഡിഫൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലെ. ഓക്കെ, കംപ്ലീറ്റ് ദി ഫോളോവിംഗ് സീക്വൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഇവിടെ നമുക്ക് അമിനോ ആസിഡ്സ് തന്നിട്ടുണ്ട്. അവ കൂടി ചേർന്നുണ്ടാകുന്ന ആളാണ് പ്രോട്ടീൻസ്. സോ നമുക്ക് ഇവിടെ മോണോമിയറും പോളിമറും തന്നിട്ടുണ്ട്. അതിന്റെ ഇടയിലുള്ള ബോണ്ട് എന്താണെന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ ഉള്ള ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട് ആണ്. ഡാഷ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് പോളിസാക്കറൈഡ്. ഇവിടെയോ? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ബോണ്ടും തന്നിട്ടുണ്ട്, പോളിമറും തന്നിട്ടുണ്ട്. നമ്മൾ എഴുതേണ്ടത് ആരുടെ പേരാണ്? മോണോമിയർ ആണ്. അപ്പൊ ആര് കൂടി ചേർന്ന പോളിസാക്കറൈഡ് ഉണ്ടാവുക? എളുപ്പമാണ്, മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നാണ് പോളിസാക്കറൈഡ് ഉണ്ടാകുന്നത്. അതിലെ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അനലൈസ് ദ ഗ്രാഫ് ഷോവിംഗ് ദ ആക്ടിവിറ്റി ഓഫ് എൻ എൻസൈം ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്താണെന്നും വാട്ട് ഹാപ്പൻ ടു ദി എൻസൈം ആക്ടിവിറ്റി അറ്റ് ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും എൻസൈം ആക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു. അപ്പൊ എൻസൈം ആക്ടിവിറ്റി ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ എൻസൈം മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയാം. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ താഴെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? അവിടെ പ്രോട്ടീൻസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതപ്പോ ലോ ടെമ്പറേച്ചറിൽ എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. എന്നാൽ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലോ എൻസൈം ഡിനാച്ചുവേർഡ് ആയി പോകുന്നു. നമുക്കറിയാം പ്രോട്ടീനെ ഒരു പരിധിക്ക് അപ്പുറം ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഡിനാച്ചുവേർഡ് ആകും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? അതിന്റെ എൻസൈമാറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും കൂടി പഠിക്കണം. ഇത് എൻസൈമുമായി ബന്ധപ്പെട്ട നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ പേര് എഴുതാനാണ്. അപ്പൊ ഫസ്റ്റത്തെ എന്താണ്? കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ. അത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് എഴുതിയാൽ മതി. ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ ഡിഹൈഡ്രോജനേസ്. ട്രാൻസ്ഫറേസ് എൻസൈം എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ അല്ലെ, ഒരു ഗ്രൂപ്പിനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതാണ്. ആൻഡ് ദെൻ ലൈസസ് നമുക്ക് ഇവിടെ ഫുള്ള് തന്നിട്ടുണ്ട്. Then catalyze the interconversion of optical isomers. Isomer, optical geometric isomerism അല്ലെ. അപ്പൊ അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്താണ്? ഐസോമെറൈസ്. നിങ്ങൾ ബോട്ടണിയിലൊക്കെ കേട്ട് നല്ല പരിചയമുള്ളതാണ് കേട്ടോ, ഐസോമെറൈസ്. ദെൻ ലിഗേസ് എന്താണ്? ജോയിനിങ് ഓഫ് ടു ഗ്രൂപ്പ്സ് ഓർ കോമ്പൗണ്ട്സ് അല്ലെ, രണ്ടാളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ആളാണ് ലിഗേസ്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. അടുത്തത് ഈ ഡയഗ്രാം നോക്കിയിട്ട് ഇത് എന്തിന്റെ ഫിഗർ ആണ്? CS ഓഫ് എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ചൊരു കാര്യം തന്നെയാണ്. എ എന്തിനെ കാണിക്കുന്നു? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, സിറോസ എന്ന് പറയും. ബി രണ്ടാമത്തെ ലെയർ ആണ്, മസ്കുലാരിസ് എന്ന് പറയും. സി ഇവിടെ തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഇന്നർമോസ്റ്റ് ലെയർ ആയ മ്യൂക്കോസ. അപ്പൊ ഈ ലെയറിനെ പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും ഒക്കെ ചോദിക്കാം. സിറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ഇനി എന്തായിരുന്നു? അപ്പൊ 3 പാർട്സ് ലേബൽ ചെയ്യാനാണ് പറഞ്ഞത്. അടുത്തത് ഹ്യൂമൻ ഡെന്റീഷനെ ഹെറ്ററോഡോണ്ട്, തീക്കോഡോണ്ട്, ഡിഫിയോഡോണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനെ വന്ന 2 മാർക്കെങ്കിലും ഇതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഹെറ്ററോ മീൻസ് ഡിഫറെന്റ്. അപ്പൊ മനുഷ്യരിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് കാണുന്നുണ്ട്. ഇൻസിസസ്, കനൈൻസ്, പ്രീമോളാസ്, സ്മോളാസ്. അതുകൊണ്ടാണ് ഹെറ്ററോഡോണ്ട് എന്ന് പറയുന്നത്. തീക്കോഡോണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പല്ലുകളും ഒരു സോക്കറ്റ് ഓഫ് ജോബോൺ, ഒരു കുഴിയിലാണ് അല്ലെ, അതുകൊണ്ടാണ് തീക്കോഡോണ്ട് എന്ന് പറയുന്നത്. ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലൈഫ് സൈക്കിളിൽ 2 സെറ്റ്സ് ഓഫ് ടീത്ത് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ആദ്യം വരുന്ന മിൽക്ക് ടീത്തും പിന്നീട് അവ പോയിട്ട് വരുന്ന പെർമനന്റ് ടീത്തും. അതുകൊണ്ടാണ് ഡിഫിയോഡോണ്ട് എന്നുള്ള പേര് കൂടെ അറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്.
റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ഇന്റെസ്റ്റിനൽ മ്യൂക്കോസ. ഇന്റെസ്റ്റിനൽ മ്യൂക്കോസയിൽ കാണുന്ന പിന്നെ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് സെല്ലുകളാണ് ഗോബ്ലെറ്റ് സെല്ലുകള്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. മ്യൂക്കസ് നമുക്കറിയാം ഇന്റെസ്റ്റിനൽ മ്യൂക്കോസ ഇന്റെസ്റ്റിനിലും കാണുന്നതായിട്ട് ഇന്റെസ്റ്റിനൽ മ്യൂക്കോസനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സ്റ്റൊമക്കിലും മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ HCl-ന്റെ ആക്ഷനിൽ നിന്നും സ്റ്റൊമക് വാളിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോളുള്ള ആളാണ് ആര്? മ്യൂക്കസ്. സോ മ്യൂക്കസ് പ്രൊഡക്ഷൻ ആണ് ഫംഗ്ഷൻ. ഇതില് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് എൻ ഇനാക്റ്റീവ് എൻസൈം? പാൻക്രിയാറ്റിക് ജ്യൂസിലെ ഇനാക്റ്റീവ് എൻസൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുന്നിൽ വന്ന പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് അതിൽ ഇനാക്റ്റീവ് ആണ്. ദെൻ നോജൻ, ട്രിപ്സിനോജൻ, പിന്നെ കൈമോട്രിപ്സിനോജൻ അത് വരുന്നതും ഇനാക്റ്റീവ് ആണ്. അപ്പൊ ഇതിൽ ഏതാ ഇനാക്റ്റീവ്? ട്രിപ്സിനോജൻ ആണ് ഇനാക്റ്റീവ്. ഇനി എം ടി സ്റ്റൊമക്കില് ഒരുപാട് ഇൻഫോൾഡിങ്സ് ഉണ്ട്. ദേ ആർ ദി പ്രൊജക്ഷൻസ് ഓഫ് മ്യൂക്കോസ ലെയർ ഓഫ് സ്റ്റൊമക്. അതിന്റെ ആ ഇൻഫോൾഡിങ്സിന്റെ പേരാണ് റൂഗെ എന്നാണ് ഇൻഫോൾഡിങ്സിന്റെ പേര്. പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക, വില്ലൈകളെ മനസ്സിലേക്ക് ആലോചിക്കുക. ഇൻറ്റസ്റ്റൈൻ ഭാഗത്ത് കാണുന്ന വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ആണ് വില്ലൈ അല്ലെ. ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡിസോർഡറിന്റെ സിംറ്റംസ് തന്നിട്ട് ഡിസോർഡറിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അബ്നോർമൽ ഫ്രീക്വൻസി ഓഫ് ബോവൽ മൂവ്മെന്റ് ആൻഡ് ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ദ ഫീക്കൽ ഡിസ്ചാർജ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഭാഗമാണ്. എന്താണ്? ഫീക്കൽ മാറ്റർ കൂടുതൽ വാട്ടർ കണ്ടന്റോട് കൂടി പോവാ. നമ്മൾ സിംപിളി പറയുന്ന വയറിളക്കം എന്ന് പറയുന്ന അവസ്ഥ. അതിനെന്താ നമ്മൾ പറയുന്നത്? ഡയറിയ അല്ലെ. ഡയറിയ ആണ് കൂടുതൽ തവണ ഫീക്കൽ മാറ്റർ ഡിസ്ചാർജ് ചെയ്യുക, അതിൽ വാട്ടർ കണ്ടന്റ് കൂടുക. അതാണ് ഡയറിയ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then major percentage of oxygen is transported by RBC. നമുക്കറിയാം 97% ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 3% എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? എങ്ങനെയാ? ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത രൂപത്തിലാണ് 3% ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇതില് രണ്ട് ക്വസ്റ്റ്യൻസ് ടീച്ചർ സ്ലൈഡിലില്ല. ഒന്ന് ചോദിച്ചിട്ടുള്ളത് സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്ത് കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ല് ഏതാണെന്നാണ്. ഏതാണ്? കോവാനോസൈറ്റ്സ്. മറന്നു പോകരുത്, കോവാനോസൈറ്റ്സ്. മറ്റൊന്നുള്ളത് നമുക്കറിയാം ബ്രീത്തിങ് മെക്കാനിസത്തില് ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ എന്നുള്ള ഒരു ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് കാണാത്തവര് ഡയഗ്രാം വീഡിയോസിലുണ്ട്. അപ്പൊ അതില് എക്സ്പിരേഷന്റെ ആ ഒരു ഡയഫ്രത്തിന്റെ ഒക്കെ മൂവ്മെന്റ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഡയഗ്രാം തന്നിട്ട് അത് ഏതിനെ കാണിക്കുന്നു? അപ്പൊ അത് എക്സ്പിരേഷനെയാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്നും കൂടി എഴുതാൻ പറ്റണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ഒരു പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സത്തെ ഡിസ്കഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോഴേക്കും ഇതൊക്കെ കണ്ട് പഠിച്ച് നല്ല കുട്ടികളായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.